കൊൽക്കത്തയിൽ നിന്ന് വളരെ ദാരുണമായ ഒരു വാർത്ത വരുന്നു. കൊൽക്കത്തയിൽ വൻ തീപിടുത്തമുണ്ടായി 14 പേർ വെന്ത് മരിച്ചു. ഇന്നലെ രാത്രി സെൻട്രൽ കൊൽക്കത്തയിലെ ഫാൽപട്ടി മച്ചുവയ്ക്ക് സമീപമുള്ള ഹോട്ടലിലായിരുന്നു തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന, ഈ തീപിടുത്തത്തെ പറ്റി എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ശ്രീജ, അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 14 പേരാണ് കൊൽക്കത്തയിൽ ഈ തീപിടുത്തത്തിൽ ഇതുവരെ മരിച്ചത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി പേർ ഈ കൊൽക്കത്തയിൽ ആദ്യഘട്ടത്തിൽ ഒരു റെസ്റ്റോറന്റിലാണ് തീ പിടിച്ചത്. പിന്നീട് അത് സമീപത്തേക്ക് കൂടി പടരുകയായിരുന്നു. ഇപ്പോഴും ആ കെട്ടിടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മറ്റു ആർക്കെങ്കിലും പരിക്കുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇനി ഇത്തരത്തിൽ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14 എന്ന കണക്ക് ഇനി ഉയരുമോ എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രി 8:30 കൂടിയായിരുന്നു ഈ വലിയ ഒരു അപകടം ഉണ്ടാകുന്നത്. ഋതുരാജ് എന്ന സെൻട്രൽ കൊൽക്കത്തയിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഈ പ്രാഥമിക വിവരം അനുസരിച്ച് ഈ റെസ്റ്റോറന്റിലെ അടുക്കളയിൽ തീ പടർന്നു. പിന്നീട് അത് സമീപത്തേക്ക് വ്യാപിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ റെസ്റ്റോറന്റിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഈ തീ ഇത്ര പെട്ടെന്ന് ആളിപ്പടർന്നത്. എന്തായാലും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഇത് ഇത്തരത്തിലുള്ള ഈ റെസ്റ്റോറന്റിലുള്ള ഒരു തീപിടുത്തമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇതിപ്പോൾ രണ്ടാമത്തെ തീപിടുത്തമാണ് കൊൽക്കത്തയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ, അന്നൊരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിനായിരുന്നു തീപിടുത്തം ഉണ്ടായത്. അന്ന് 2 പേരാണ് കൊൽക്കത്തയിൽ മരിച്ചത്. ഇതിപ്പോൾ 14 എന്നുള്ള ഒരു വലിയ സംഖ്യയിലേക്ക് മരണസംഖ്യ കടക്കുന്നു. അത് ഇനിയും ഉയരുമോ എന്നത് ഇപ്പോഴും ആശങ്കയായി തുടരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം തുടരുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് സമീപത്തേക്ക് കൂടി ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പിന്നീട് അവരെ ഏറെ പണിപ്പെട്ടൊക്കെയാണ് ഈ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത്. ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്കൊക്കെ കയറിയാണ് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. എന്തായാലും ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അത് വർദ്ധിച്ചു വരുന്നു എന്നത് തന്നെയാണ് സാഹചര്യം. നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ സമീപത്തെ കെട്ടിടങ്ങളിലൊക്കെ ആളുകൾ ഇനിയും ഉണ്ടാകാം എന്നൊരു സംശയം കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.